ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നോമ്പൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഞാനിങ്ങനെ കാൽനട യാത്രക്ക് പോയപ്പോഴേ ഒരു സംഭവം കണ്ടിട്ടാ. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ സംസാര വിഷയം കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ കാൽനട യാത്രക്ക് നടന്നു പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ചാണ് ദൂരം പോയിട്ടാണ്. അപ്പോൾ പരിചയമുള്ള വീട് തന്നെയാണ്. ഇങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടൊക്കെ ഉള്ള പരിചയമുള്ള വീടാണ്. അപ്പോൾ ആ വീട്ടിലത്തെ ഒരു ഇക്കായും താത്തയും കൂടിയിട്ട് ഈ പിന്നെ പപ്പായ മരല്ലേ, ഓമക്കായ എന്നൊക്കെ പറയും ഞങ്ങൾ. കർമ്മൂസങ്കായ്, ഓമക്കായ, പിന്നെ പപ്പായ എന്നൊക്കെ പറയുന്നത്. ആ മരത്തിൻ്റെ അതിൻ്റെ തയ്യിൻ്റെ മേലെ കുറച്ചൊരു വലിയ തയ്യായിക്കണം. എൻ്റെയൊക്കെ അത്ര ഉയരത്തിലുള്ളൊരു തയ്യായിക്കണം കേട്ടോ. അപ്പോൾ അതിന് കായകളൊക്കെ ഓരോന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലുണ്ട് ഈ വെറ്റില കൊടിയില്ലേ, വെറ്റില ഉണ്ടാവണ ഒരു നമ്മളെ കുരുമുളകിൻ്റെ പോലെയുള്ള ഒരു സംഭവമാണത്. കുരുമുളകാന്ന് നമുക്ക് ആദ്യം തോന്നുക, പക്ഷേ കുരുമുളകല്ല, ഈ വെറ്റിലയാണ്, വെറ്റിലക്കൊടി. അതുണ്ട് ഈ പപ്പായ മരത്തിൻ്റെ മേലെ പടർത്താൻ നോക്കുന്നുണ്ടവർ. പിടിച്ചിക്കണ കുറച്ച് ദിവസം മുന്നേ അവർ കുഴിച്ചിട്ടിട്ട് പിടിച്ചിക്കണ അതുമ്മ. അപ്പം അതുമ്മ ഇങ്ങനെ വള്ളി വരുന്നൊക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കെട്ടി കൊടുക്കട്ടാ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കുരുമുളക് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ ചെയ്യണമെന്നാ ഈ പപ്പായ മരത്തിൻ്റെ മേലെ കുരുമുളക് വെച്ചാൽ കുരുമുളക് കുറേ കാലം നിൽക്കണത് നല്ല സംഭവമല്ലേ. പക്ഷെ പപ്പായ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പായ മരം ഒടിഞ്ഞ്, അതൊരു മരമല്ലല്ലോ, അതായത് ഒരു അധികം നീരുള്ള ഒരു സംഭവമാണ്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് നാൾ, ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഒരു 10-20 കായൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊടിഞ്ഞു പോവും, വീഴും. ഈ വെറ്റിലക്കൊടി എന്ന് പറഞ്ഞത് കുറേ എന്താ പറയുക, കുറേ നാൾ നിൽക്കണതാണ്. ഒരു മനുഷ്യായുസ് വരെയൊക്കെ വെറ്റിലക്കൊടി നിൽക്കുന്നു ഒരു മരത്തിൻ്റെ മേലെ. അപ്പം ഞാൻ അത് പിടിപ്പിച്ചിട്ട് എന്താ കാര്യം, അത് പോവില്ലേ എന്നപ്പോൾ അതൊക്കെ അന്നങ്കാട്ടി ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക്. അത് പപ്പായമാരം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അത് വേണ്ട പറയാം, നല്ല ഉഷാറായിട്ട് നല്ല ഇലയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിനായിട്ട് ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക്. ഒരു ബുദ്ധിയില്ലാതെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പൊട്ടത്തരൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ പറഞ്ഞാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനവിടുന്ന് പോന്നിട്ടാ. അപ്പം ഞാനിങ്ങനെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പോകുമ്പോൾ, വഴി കൂടെ നടന്ന് പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട് അത് വലുതാവണുണ്ടോ, അത് പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതവിടെ നിൽക്കാൻ കാണാറുണ്ട്. പപ്പായ മരം വലുതായി വരുന്നുണ്ട്, കായൊക്കെ ഉണ്ടായി, നല്ല കായൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പപ്പായ ഈ വെറ്റിലക്കൊടി അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു 9 മാസം 10 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ പോയി നോക്കുമ്പോണ്ട് ഒരു ചെറിയ കാറ്റും മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ കാറ്റ് വീശിണ്ടായിരുന്നു. മഴ പെയ്ത് തലേദിവസം രാത്രിയിലുണ്ടായിരുന്നു. പിറ്റുന്ന പകലാണ് കേട്ടോ. ഞാൻ വഴി കൂടെ അങ്ങനെ പോകുമ്പോൾ വെറുതെ ജസ്റ്റ് നോക്കിയിരുന്നു. അപ്പം ആ പപ്പായ മരം മറിഞ്ഞു വീണെടുക്കുന്നു. നല്ല വലിയ മരമായിട്ടുണ്ടായിരുന്നു, കുറച്ച് വീടിൻ്റെ ഒക്കെ ഉയരത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതും മറിഞ്ഞു വീണെടുക്കും, കൂടെ ഈ വെറ്റിലക്കൊടി മറിഞ്ഞു വീണെടുക്കണം. അപ്പം ഞാൻ അവരെന്നെ ഞാൻ കണ്ടില്ലടാ, അപ്പം ഞാൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ പിറ്റത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ താത്താനവിടെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞ വെറ്റിലക്കൊടിയൊക്കെ മറിഞ്ഞു വീണില്ലേ? അത് വീണടി മോളെ, ഓമവരെ ഇന്നലെ കാറ്റ് വീശിയപ്പോൾ മറിഞ്ഞു വീണ്. അതിൻ്റെ കൂടെ അതും മറിഞ്ഞിട്ട് ഞാൻ അതിനൊരു സീമക്കൊന്നൊക്കെ പിന്നെ എന്താ പറയുക കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ പടർത്തണം എന്നാണ്. അപ്പം ഞാൻ നിങ്ങളോട് അന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ
ആ പപ്പായന്മാരെ കുറച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു അത് വീഴും, അത് എറ്റിലെ കൂടി ആകുമ്പോൾ പരത്തണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇക്കാകെ പറഞ്ഞ് പിന്നെ എന്താണ് പറയുക, ഓമമരം അതൊരു പ്രത്യേക തരം ഓമമരം, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പപ്പായല്ലേ അതിൻ്റെ മരമായിരുന്നു. അപ്പോൾ അവരുടെ വിചാരം ആ മരം വലിയ കലങ്ങളോളം നിൽക്കുന്നു വിചാരിച്ച് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടാണ്. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്നറിയോ, ബുദ്ധിയുടെ കാര്യത്തിൽ ചെറിയോനും വലിയോനും നടക്കണ്ട. സംഭവം ബുദ്ധി ബോധം എന്നൊക്കെ പറയണത് ചിലപ്പോൾ ബുദ്ധി ചെറിയവർക്ക് ഉണ്ടാവും, വലിയവർക്ക് ഉണ്ടാവില്ല. ബുദ്ധി ഐഡിയ എന്നൊക്കെ പറയണ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ബുദ്ധി മാത്രം പോരാ, ഒരു ഐഡിയയും കൂടി വേണം, ഒരു മുൻധാരണ വേണം. അങ്ങനെയൊക്കെ ഒരു മുൻധാരണയോട് കൂടി, ഒരു ഐഡിയയോട് കൂടി, അതല്ലെങ്കിൽ ഒരു ബുദ്ധിയോട് കൂടി, ബോധത്തോടു കൂടിയൊക്കെ വേണം അതൊരു പ്രവൃത്തി ചെയ്യാൻ. അപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ മറ്റേ കാണുന്നവർ ചിലപ്പോൾ അവരുടെ ഐഡിയ പറഞ്ഞു കൊടുക്കും, അതല്ലെങ്കിൽ അവരുടെ ബുദ്ധി പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ബുദ്ധി പറഞ്ഞാൽ നമ്മൾക്ക് ചിന്തിക്കാം. എന്നിട്ട് ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയണ്ട, ഒരു കാര്യത്തിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ബുദ്ധി എന്ന് പറയണത് എല്ലാവരും ബുദ്ധി, ആരും പൊട്ടന്മാരെന്നല്ല, എല്ലാവരും ബുദ്ധിയുള്ളവർ. പക്ഷെ ബോധം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല. അത് കുറച്ച് ആൾക്കാർക്ക് തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അപ്പോൾ എന്നോട് വഴി കൂടെ കാണുന്നവർ അതിന് മുളക് ഇങ്ങനെ ചെയ്യണ്ടാടി, അത് ബുദ്ധിമുട്ടാവും അപ്പുറത്തൊക്കെ ചെയ്ത്. അപ്പോൾ എനിക്കും ആലോചിക്കാം, അങ്ങനെ അവർ പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ അവരേനാണ്ട് പരിഹസിച്ച് പുച്ഛിച്ച് ഞാൻ വലിയ ആളാന്നും പറഞ്ഞിട്ടാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് ഇമാതിരി ഓരോന്നുണ്ടാവും. അതപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ എന്താ പറയുക, മരം അറിഞ്ഞിട്ട് വേണം കൊടിയിടാനെന്ന് പറഞ്ഞ മരത്തിന് ബലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ മുകളിൽ പടർത്താനായിട്ട്. അപ്പോൾ അതിനൊരു ബുദ്ധി വേണം, ബോധം വേണം ഒക്കെ ഉണ്ട്. അല്ലാതെ ഈ 4 ദിവസം കഴിഞ്ഞാൽ മറിഞ്ഞു വീണ മരത്തിൻ്റെ മുകളിൽ ഇത് കൊണ്ടുവച്ചിട്ട് എന്താ കാര്യം? കാലാകാലം കുറച്ച് നാൾ നിൽക്കണ സാധനങ്ങൾ കൊണ്ടുവച്ചാൽ അതവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ചെറിയ പറയുമ്പോൾ ചവിട്ടി പോകണം എന്നൊക്കെ പറയും പഴയ ആൾക്കാർ. അതായത് ചെറിയ പറഞ്ഞ ചവിട്ടി അന്ന് പറഞ്ഞില്ലേ, ഈ ചെറുപ്പം പറയുമ്പോൾ ചവിട്ടി പോവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അതൊരു ഒരു പുച്ഛമായിട്ട് തോന്നി. അപ്പോൾ എന്നെക്കാട്ടി ബോധമുണ്ട്, അങ്ങനെ എന്തൊരു കാര്യം അങ്ങനെ എന്നെക്കാട്ടി ബുദ്ധിയുണ്ട് ഇവിടെ ഉള്ള ആൾക്ക്. അപ്പോൾ അത് നിന്നോളും. അവരെ ഇതാണ്, ഒരു കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന പപ്പായയുടെ കുരു മുളപ്പിച്ചുണ്ടാക്കിയ തൈയാണത്. അപ്പോൾ ഈ നമ്മൾ സാധാരണ പറമ്പുകളിലൊക്കെ കാണുന്ന പപ്പായ പറഞ്ഞാൽ അത് ചിലപ്പം പറഞ്ഞു ഇത് അങ്ങനെയല്ല, അത് കൃഷി ചെയ്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ കൃഷി പറയുമ്പോൾ കുറേ നാൾ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇത് പച്ചക്കറിയുടെ കൃഷിയാണെങ്കിൽ അത്ര ആയുസാണ് പപ്പായക്കുള്ളൂ എന്നുള്ളത്. തക്കാളി, പച്ചമുളക് അതൊക്കെ ഒരു 3 മാസത്തെ ആയുസാണല്ലോ അതിനുണ്ടാവുക. അതേപോലെ ഉള്ള അത്രയും ആയുസ് കുറഞ്ഞ സാധനമാണ് ഈ പപ്പായ മരം എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. അതാണ് ഇപ്പം ഇന്നത്തെ സംസാര വിഷയം. അപ്പം എന്തൊരു കാര്യം ഒരാൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒന്നുകൂടി ആലോചിക്കണം. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണോ എന്നൊന്നുകൂടി ആലോചിച്ചിട്ട് എന്ത് കാര്യം ചെയ്യാം. നമ്മളങ്ങോട്ട് ആ പറഞ്ഞ ആളേനെ അങ്ങോട്ട് ചവിട്ടി താത്തരുത്. അതായത് ഇതന്നെ അന്നെക്കാട്ടി ബുദ്ധിൻ്റെ ഞങ്ങളൊന്നും കാണാണ്ടത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ എനിക്കപ്പോൾ അത് വിഷമമായി, പറയേണ്ടിയിരുന്നില്ല എന്നത്. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാട്ടോ. അതാണ് ഇന്നത്തെ സംസാര വിഷയം. ഓക്കെ.